ഒരാളുടെ ലൈഫിൽ ലവ് റിലേഷൻഷിപ്പ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ് തന്നെയാണ്. ഒരു പാർട്ട്ണറെ നമ്മുടെ ലൈഫിലേക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടോട്ടൽ ലൈഫിനെ തന്നെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാർട്ട്ണറെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ടേ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അത് തന്നെയാണ്. എന്താണ് ഹെൽത്തി റിലേഷൻഷിപ്പ്, എന്താണ് ടോക്സിക് റിലേഷൻഷിപ്പ്. യെസ്, ദിസ് ഈസ് സുൽഫ ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ എഫേർട്ട് എടുക്കുന്ന ആളാരാണ്? നിങ്ങളാണോ, നിങ്ങളുടെ പാർട്ട്ണറാണോ? ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഭയങ്കര സ്നേഹമായിരിക്കും, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നമായിരിക്കും, അടിയായിരിക്കും, വെടിയായിരിക്കും, പിന്നെ കച്ചറപ്പിച്ചറായിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അടുക്കും, പിന്നെയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇങ്ങനെയാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പ്? അതൊരു ഹെൽത്തി റിലേഷൻഷിപ്പാണോ, ടോക്സിക് റിലേഷൻഷിപ്പാണോ? നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഹെൽത്തി റിലേഷൻഷിപ്പ്, എങ്ങനെയാണ് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് മാറുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ഈ ഒരു വീഡിയോ കാണുന്ന ഒരു പക്ഷേ റിലേഷൻഷിപ്പിലുള്ളവരാകാം. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ റീതിങ്ക് ഇറ്റ്. നിങ്ങൾക്ക് ചേഞ്ച് ആവാനും റീതിങ്ക് ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് ഇതിനെടുക്കേണ്ടത്. നിങ്ങൾ ഈ ലവ് ബോംബിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? ഏതൊരു റിലേഷൻഷിപ്പിൻ്റെയും ആദ്യം എന്ന് പറയുന്നത് ഈ ലവ് ബോംബിംഗ് ആണ്. ഒരു ബോംബിട്ട് സ്ഫോടനം ഉണ്ടാക്കുക. അതായത് ഒരാളുമായിട്ട് നല്ല അറ്റാച്ച്ഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന ആദ്യത്തെ സ്റ്റെപ്പാണ് ലവ് ബോംബിംഗ് എന്ന് പറയുന്നത്. അതായത് തുടക്കത്തിൽ നല്ല സ്നേഹവും സപ്പോർട്ടും നമുക്ക് വേണ്ട എന്തൊക്കെയാണോ അതെല്ലാം പ്രൊവൈഡ് ചെയ്യും. ഗിഫ്റ്റ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നതിലുപരിയായിട്ട് നമുക്ക് കിട്ടാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ ആ വ്യക്തിയായിട്ട് അറ്റാച്ച്ഡ് ആവുന്ന ഒരു സമയം വരും. ഈ അറ്റാച്ച്ഡ് ആവുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ലവ് ബോംബിംഗ് എന്ന് പറയുന്നത്. ഇതാണ് ഏതൊരു റിലേഷൻഷിപ്പിന്റെയും ആദ്യ ഘട്ടം എന്ന് പറയുന്നത്. ഈ സമയത്ത് കുറേ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. പ്രേമത്തിന് കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണ്. ഈ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുന്ന ഒരു ടൈമാണ് ലവ് ബോംബിംഗ് ടൈം എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് നിമിഷ നേരം കൊണ്ട് അറ്റാച്ച്ഡ് ആവും. കേട്ടിട്ടില്ലേ? ഒരു ദിവസം കണ്ട ഒരാളുടെ ഒപ്പം ഇറങ്ങിപ്പോയി, അല്ലെങ്കിൽ 2 ദിവസം പരിചയമുള്ള ഒരാളുമായിട്ട് ഇഷ്ടത്തിലായി ഒളിച്ചോടി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ ചില ആളുകൾക്ക് അറ്റാച്ച്ഡ് ആവുന്ന വളരെ കുറഞ്ഞ നിമിഷം മതി. പക്ഷെ ചില ആളുകൾക്ക് അത് 1 മാസം എടുക്കും, ചില ആളുകൾക്ക് 2 വർഷങ്ങൾ എടുക്കും, കുറേ വർഷങ്ങൾ എടുക്കുന്നവരുണ്ടാവും. അങ്ങനെ ഈ ലവ് ബോംബിങ്ങിന് ഒരു ടൈം എന്ന് പറയുന്നത് പല രൂപത്തിലാണ് പല ആളുകൾക്ക് ഉണ്ടാവുക. പിന്നെ കുറച്ചാണ് കഴിഞ്ഞ് കഴിയുമ്പോൾ ടോട്ടലി ഒരു അവോയ്ഡ് ചെയ്യുന്ന ഫീൽ ആയിരിക്കും ഉണ്ടാവുക. വിളിച്ചെടുക്കുന്നില്ല, ആദ്യത്തെ പോലെ സ്നേഹിക്കുന്നില്ല, കെയർ ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ കുറച്ച് കഴിയുമ്പോൾ വന്നു തുടങ്ങും. ഇതിനൊക്കെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഹോർമോണൽ ചേഞ്ചസ് തന്നെ അതിൻ്റെ ഒരു ഭാഗമാണ്. നമുക്ക് കിട്ടുന്ന ഒരു പരിഗണന, നമുക്കൊരു അട്രാക്ഷൻ ലഭിക്കുന്ന ഒരു ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിധിയുണ്ട് നമ്മുടെ ശരീരത്തിൽ നിൽക്കാനായിട്ട്. അതിനുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചില്ലെങ്കിൽ, ഒന്നല്ലെങ്കിൽ ഒരു ഹഗ്ഗോ അല്ലെങ്കിൽ ഒരു സ്നേഹമോ ഒക്കെ കിട്ടിയില്ലെങ്കിൽ ആ ഹോർമോൺ ഡൗൺ ആവും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് മറ്റൊരാളായിട്ട് അട്രാക്ഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ വിളിക്കാൻ തോന്നൂല, അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കും. ഇനി എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത റിലേഷൻഷിപ്പ് ഒരു ടോക്സിക് ആണോ അതല്ലെങ്കിൽ ഹെൽത്തി റിലേഷൻഷിപ്പ് ആണോ എന്ന് മനസ്സിലാക്കാൻ കഴിയുക? അതിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടോ എന്നുള്ളതാണ്. ഞാനിതിൽ വലിയ എക്സ്പേർട്ട് ഒന്നല്ല, പക്ഷെ ഒരുപാട് വായിച്ചിട്ടും മറ്റുള്ളവരുടെ എക്സ്പീരിയൻസിൽ നിന്നും കേട്ടറിഞ്ഞ, കുറേ ആളുകൾ അനുഭവിച്ചറിഞ്ഞ കുറേ കാര്യങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യുന്നത്. ചില പാർട്ട്നേഴ്സ് ഉണ്ട്, അവർ പല കാര്യങ്ങളും ഹൈഡ് ചെയ്ത് വെക്കും. പാർട്ട്നേഴ്സിൽ നിന്നും പല കാര്യങ്ങളും ഹൈഡ് ചെയ്ത് വെക്കുക, പല കാര്യങ്ങളും തുറന്ന് പറയാതിരിക്കുക. അത് പല രൂപത്തിലുണ്ടാവും. ഉദാഹരണമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഇന്ന ഫ്രണ്ടാണ് അല്ലെങ്കിൽ ഒരു ബോയ് ഫ്രണ്ടാണ് എന്നെ വിളിച്ചത് എന്ന് പറയാൻ നിങ്ങളുടെ പാർട്ട്ണറിനോട് പേടി വരിക. അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു കളവ് പറയേണ്ടി വരിക, അത് ഫാമിലിയിൽ നിന്ന് ഒരാൾ വിളിച്ചതാണ്. ഇങ്ങനെ പാർട്ട്ണറിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഹൈഡ് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ ദർ ഈസ് സംതിങ്. ഇറ്റ്സ് നോട്ട് എ ഹെൽത്തി റിലേഷൻഷിപ്പ്. ഇനി കൊടുക്കുന്നത് ഒരാളും റിസീവ് ചെയ്യുന്നത് മറ്റൊരാളുമാകുന്ന റിലേഷൻഷിപ്പ്. എക്സാമ്പിൾ, സ്നേഹം കൊടുക്കുന്നതിലായിക്കോട്ടെ, ക്ഷമിക്കുന്നതിലായിക്കോട്ടെ, സോറി പറയുന്നതിലായിക്കോട്ടെ, ഇതെല്ലാം ഒരാളും കേൾക്കാൻ ഒരാളും. ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആയി പോകുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് റോളാണ് പരസ്പരം ക്ഷമിക്കുക എന്നുള്ളത്. എന്നാൽ അത് ഒരാൾ തന്നെ ആവുമ്പോൾ അതൊരു റിലേഷൻഷിപ്പിൽ ഒരു വിള്ളൽ വീഴും. ഞാൻ സോറി പറയില്ല, എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല, അത് അവൾ ഇങ്ങോട്ട് പറയണം, അല്ലെങ്കിൽ അത് അവൻ എന്നോട് പറയണം, ഞാൻ അങ്ങോട്ട് പോയി പറയില്ല. ഇങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെങ്കിൽ അത് ഹെൽത്തി റിലേഷൻഷിപ്പ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത്തരക്കാരെ തന്നെ കണ്ടുവരുന്ന മറ്റൊന്നാണ്, അവരുടെ എല്ലാ കാര്യങ്ങളും, സങ്കടമായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ, എല്ലാം വന്ന പാർട്ട്ണറിലേക്ക് പറയും. പക്ഷേ ഈ വ്യക്തിക്ക് എന്തെങ്കിലും സങ്കടം വന്നാലോ സന്തോഷം വന്നാലോ ഒക്കെ പറയാൻ നേരത്ത് ഇയാളെ കിട്ടുകയില്ല. അവർക്ക് കുറേ ബിസി ആയിരിക്കും, അല്ലെങ്കിൽ കേൾക്കാൻ തന്നെ ആളുണ്ടാവില്ല. അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രം അവർ വരിക. അങ്ങനെയാണെങ്കിൽ അതും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ല. ഇനി ചില കുബുദ്ധിക്കാരുണ്ട്, നിങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നമ്മളെങ്ങനെ ഫ്ലാറ്റ് ആക്കുന്നവർ. ഒരു കാരണമില്ലാതെ ഇങ്ങനെ പ്രശ്നങ്ങളായിരിക്കും, ഫൈറ്റ് ആയിരിക്കും, എപ്പോഴും ഫൈറ്റ് ആയിരിക്കും. എന്നിട്ട് ലാസ്റ്റ് ഇവരൊരു ഡയലോഗ് ഉണ്ട്, നീ ഇല്ലാതെങ്കിൽ ജീവിക്കാൻ കഴിയില്ല, നീ പോയി കഴിഞ്ഞാൽ നിന്നെ കൊല്ലും, ഞാനും മരിക്കും.
ഇതൊരു ക്ലീശ ഡയലോഗാണ് ഇവരുടെ. ഇവരുദ്ദേശിക്കുന്നത് ഒന്നല്ലെങ്കിൽ ത്രെട്ടൺ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആവും, ഞാൻ ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യുക. ഇങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് ചിന്തിക്കേണ്ട, ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളും ഉണ്ട്. സോ ഇതും ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ല. നിങ്ങൾ സ്വയം ഒരുക്കി തീരേണ്ട കാര്യമൊന്നുമില്ല. ഈ ഡയലോഗിൽ വീണു പോകുന്ന പലരും ചിന്തിക്കുന്നത് എൻ്റെ ജീവിതം പോയാലും പ്രശ്നമില്ല, പക്ഷെ അയാൾക്ക് ഞാനില്ലാതെ ജീവിക്കാൻ കഴിയില്ലല്ലോ. എടോ, അതൊക്കെ ചുമ്മാതെയാണ്. നമ്മളില്ലെങ്കിലും അവർ നല്ല അന്തസ്സായിട്ട് ജീവിക്കും. നമുക്ക് കിട്ടേണ്ട സ്പേസ് നമുക്ക് കിട്ടണം. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. സോ ഈ ഒരു സൈഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടെങ്കിൽ ഒന്ന് റീതിങ്ക് ചെയ്യുക. നിങ്ങൾ ഈ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമ്മളെ ബ്ലെയിം ചെയ്യുക, നമ്മളെപ്പോഴും കുറ്റപ്പെടുത്തുക. എന്ത് വന്നാലും മറ്റാളുടെ പെരടിക്കായിരിക്കും ഉണ്ടാവുക. തൻ്റേതാണ് കുറ്റമെന്ന് അറിയാമെങ്കിൽ പോലും കുറ്റം സമ്മതിക്കാൻ തീരെ പറ്റൂല. അത് എങ്ങനെയെങ്കിലും മറ്റേ ആളുടെ പെരടിക്ക് വെച്ചാലാണ് അവർക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ഇൻ കേസ് അവർക്ക് സമ്മതിക്കേണ്ടി വന്നാൽ അവർ പറയുന്ന ഡയലോഗ് ഇങ്ങനെയായിരിക്കും: എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചേ? നീ അന്നേരം കോൾ എടുക്കാത്തതുകൊണ്ടല്ലേ, നീ അന്നേരം അത് പറഞ്ഞിട്ട് ചെയ്യാത്തതുകൊണ്ടല്ലേ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നേ. വീണ്ടും ആ പ്രശ്നം പാർട്ട്ണറുടെ തലയിലായിരിക്കും ഉണ്ടാവുക. ഇതും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ല. നിങ്ങൾ അങ്ങനെയുള്ളവരാണോ എന്നുള്ളതും കൂടി റീതിങ്ക് ചെയ്യാനുള്ള അവസരമാണ്. ഇനി മറ്റു ചിലരുണ്ട്, അവർ നിങ്ങളെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അവർക്ക് വേണ്ടി നമ്മുടെ ഹെയർ സ്റ്റൈൽ മാറ്റുക, അവർക്ക് വേണ്ടി നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈൽ മാറ്റുക, ഇങ്ങനെ തുടങ്ങി നമ്മളുടേതായ പല കാര്യങ്ങളും അവർക്ക് വേണ്ടി മാറ്റാൻ തുടങ്ങും. ആദ്യമൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. അവനിക്ക് വേണ്ടിയിട്ടാണല്ലോ, അവനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അവൻ പറയുന്നതാണല്ലോ. അങ്ങനെ തള്ളി അവർ പറയുന്ന ആഗ്രഹങ്ങൾക്കെല്ലാം നമ്മളായിട്ട് ചേഞ്ച് ചെയ്യും. അങ്ങനെ കുറച്ചങ്ങ് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇത് ഞാനല്ലല്ലോ, ഞാനാണെന്ന് നിനക്കറിയില്ലെങ്കിൽ നീ എന്നോട് ചോദിക്കുക എന്ന് പറയുന്ന ഡയലോഗില്ലേ, എന്നതുപോലെ ആകും നമ്മളുടെ ലൈഫ്. നമ്മൾ ആരാണ്, നമ്മൾ എന്താണ് എന്നുള്ള കാര്യമേ മാറിപ്പോവും. ടോട്ടലി നമ്മൾ വേറൊരാളായി മാറിപ്പോകുന്ന സിറ്റുവേഷൻ. ഇനി നമ്മൾ തിരിച്ചറിഞ്ഞ് വരുമ്പോഴത്തേക്കും ആ ലൈഫിൽ നിന്ന് നമുക്ക് പുറത്ത് ചാടാനും കഴിയില്ല. ഇനി നിങ്ങൾ ആ കാര്യം നിങ്ങളുടെ പാർട്ട്ണറോട് പറഞ്ഞാൽ തന്നെ അവർ തിരിച്ചെന്തായിരിക്കും പറയാ: നിനക്ക് ആദ്യം ചെയ്യുന്നതിനൊന്നും പ്രശ്നം ഉണ്ടായില്ലല്ലോ, ഇപ്പം എന്താ പ്രശ്നം? ഇതാണ് നോർമലി എല്ലാവരും പറയുന്ന ഒരു ഡയലോഗ്. നമ്മുടെ പാർട്ട്ണർക്ക് വേണ്ടിയിട്ട് നമുക്ക് മാറാം. പല കാര്യങ്ങളും പരസ്പരം സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷെ നിങ്ങളെ അത് ടോട്ടലി ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളല്ലാതാക്കി മാറ്റുന്നുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് നോട്ട് എ ഹെൽത്തി റിലേഷൻഷിപ്പ്. സോ റീതിങ്ക് ചെയ്യുക. ഇനി നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്ക് കടന്നതിന് ശേഷം പല റിലേഷൻഷിപ്പും നേരത്തെ ഉണ്ടായ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, ആ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾക്ക് തടസ്സങ്ങൾ വന്ന് തുടങ്ങിയെങ്കിൽ, ആ റിലേഷൻഷിപ്പിലേക്ക് ഒരു വിള്ളൽ വീണ് തുടങ്ങിയെങ്കിൽ, ഇറ്റ് ഈസ് നോട്ട് എ ഹെൽത്തി റിലേഷൻഷിപ്പ്. ഒരു പക്ഷേ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ ഏറ്റവും സപ്പോർട്ട് ചെയ്തവരെ വരെ നിങ്ങൾക്ക് തള്ളിപ്പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ ഒന്ന് റീതിങ്ക് ചെയ്യുക. ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ചുറ്റുമുള്ള എല്ലാ റിലേഷൻഷിപ്പിനെയും ഈക്വലായിട്ട് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കഴിയണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ അത് പോയി പറയാൻ നമുക്ക് ഒരുപക്ഷെ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കട്ട് ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത്, നീ അവനായിട്ട് റിലേഷൻഷിപ്പിലായതിനു ശേഷം അല്ലെങ്കിൽ അവളായിട്ട് റിലേഷൻഷിപ്പിലായതിനു ശേഷം നിനക്ക് ഞങ്ങളൊന്നും വേണ്ടല്ലോ എന്നായിരിക്കും അവർ പറയുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എവിടെയും ഒന്നും പറയാൻ ഒരിടമില്ലാതെയായി പോകും. സോ അത്തരത്തിലുള്ള റിലേഷൻഷിപ്പിനെയും ഒന്ന് വാണിംഗ് ആയിട്ട് എടുക്കുക. ഇനി നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ഒരു പരിധിയിൽ കൂടുതൽ കൺട്രോൾ ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ പല കാര്യങ്ങളിലും? ഒരു പക്ഷേ ഈ കൺട്രോളിങ് എന്ന് പറയുന്നത് ദേഷ്യപ്പെട്ടിട്ടുള്ള കൺട്രോളിങ് ആവാം. നീ അവിടെ പോകരുത്, നീ അത് ചെയ്യരുത്, നിന്നോട് അവരോട് മിണ്ടരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെ നമ്മളുടെ കാര്യങ്ങളിൽ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കുക. ചില ആളുകൾ ഇതിനെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യും. അവർക്ക് നിങ്ങളോട് ഒരു ആഗ്രഹം നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അവർ പറയും എങ്ങനെയായിരിക്കും: നിന്നോടല്ലേ എനിക്ക് പറയാനുള്ളൂ, നീ അല്ലാതെ എനിക്ക് പിന്നെ ആരാ ഉള്ളത്? ഇങ്ങനെയുള്ള ഡയലോഗായിരിക്കും അവർ പറയുന്നുണ്ടാവുക. ശരിക്കും ഇവരോട് എന്താ ചെയ്യുന്നത്? അവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അവിടെ എന്താ ചെയ്യുക? അവിടെയും റീതിങ്ക് ഇറ്റ്. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ അബ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, വെർബലി ആയിക്കോട്ടെ, ഇമോഷണലി ആയിക്കോട്ടെ, ഇനി ഫിസിക്കലി ആയിക്കോട്ടെ, നിങ്ങളെ ഒരാൾ അബ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ല. ചില ആളുകൾ പറയണ കേൾക്കാറുണ്ട്, അവൾ എത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും അവൾ അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയോ? ഇത്തരം ആളുകൾ കുറെ കഴിയുമ്പോൾ അവർ ചെയ്യുന്നത് ഒരു ഭ്രാന്തമായി അങ്ങ് സ്നേഹിക്കും. ഈ സമയത്ത് അതുവരെ അവർ ഒരുപക്ഷെ അവരെ കുറ്റം പറഞ്ഞിട്ടുണ്ടാവാം, എന്നെ അങ്ങനെ ചെയ്യുന്നുണ്ട്, എന്നെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ആള് ഈ ഒരൊറ്റ സ്നേഹത്തിന്റെ പേരിൽ നേരെ ഓപ്പോസിറ്റ് ആവും. എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലോ, അപ്പൊ എനിക്കിതൊക്കെ സഹിക്കാവുന്നതേ ഉള്ളൂ, എനിക്കിത് മാറ്റിയെടുക്കാൻ കഴിയും, ഇങ്ങനെ സ്വയം ഒരുക്കി തീരാണ് അവർ ചെയ്യുക. നിങ്ങളുടെ പാർട്ട്ണർ അബ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുകയല്ല വേണ്ടത്, തുറന്നു പറയുകയാണ് വേണ്ടത്. ഒന്നല്ലെങ്കിൽ പ്രൊഫഷണൽ സഹായം തേടാം, അല്ലെങ്കിൽ ഫാമിലിയുടെ സഹായം തേടാം. ഇങ്ങനെ മറച്ചു വെക്കുന്ന പല പ്രശ്നങ്ങളുമാണ് ഇന്ന് ദുരന്ത വാർത്തകളായിട്ട് പത്രങ്ങളിലൊക്കെ ഇടം പിടിക്കുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് എ ഹെൽത്തി റിലേഷൻഷിപ്പ്. ഇനി ചില സമയങ്ങളിൽ ഒരു ന്യൂ റിലേഷൻഷിപ്പിലേക്ക് കിടക്കുന്ന സമയത്ത് പല ബന്ധങ്ങളും നഷ്ടപ്പെടും.
ചുറ്റുപാടുമായിട്ട് ഒരു ബന്ധമില്ലാത്ത അവസ്ഥ, ഫാമിലിയെ കുറിച്ചോ ഫ്രണ്ട്സിനെ കുറിച്ചോ ഈവൻ ഒരു ജോബിന് പോകണമെന്നതിനെ കുറിച്ചോ പഠിക്കണമെന്നതിനെ കുറിച്ചോ ഇതൊക്കെ നമുക്കൊരു തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ല. അടുത്തൊരു വിഭാഗം ആളുകൾ എന്ന് പറയുന്നത്, ഇനി നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇറിറ്റേഷൻ മാത്രമാണ് ഫീൽ ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് അവരെന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ നിർത്തി മറ്റൊരു കാര്യത്തിലേക്ക് പോകുമ്പോൾ ഹൗ രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ ഹെൽത്തി റിലേഷൻഷിപ്പ്. നമുക്കൊരു ഗട്ട് ഫീലിംഗ് ഉണ്ട്, അതായത് നമ്മുടെ മനസാക്ഷി പറയുന്നത് പലപ്പോഴും പലരും അക്സെപ്റ്റ് ചെയ്യാറില്ല. ഈ റിലേഷൻഷിപ്പ് നല്ലതല്ല എന്ന് പലപ്പോഴും നമ്മുടെ ഈ ഗട്ട് ഫീലിംഗ് നമ്മൾ അറിയിക്കുന്നുണ്ടാവും, ഈ മനസാക്ഷി നമ്മളോട് പറയുന്നുണ്ടാവും. ആ മനസാക്ഷിയെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണർ വന്ന് സംസാരിക്കുമ്പോൾ ഇറിറ്റേഷൻ വരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ ഹെൽത്തി റിലേഷൻഷിപ്പ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലുള്ള ആളുകളുടെ സയൻസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതിലേതെങ്കിലുമൊക്കെ സയൻസ് വരുന്നുണ്ടെങ്കിൽ ഒന്ന് റീതിങ്ക് ചെയ്യുക, ഒരു വാർണിംഗ് ആയിട്ട് എടുക്കുക. നിങ്ങൾക്ക് സ്വയമേ ഇതിൽ നിന്ന് ഊരിപ്പോരാൻ കഴിയുന്നില്ലെങ്കിൽ നിർബന്ധമായും ഒരു പ്രൊഫഷണലൈസിൻ്റെയോ അല്ലെങ്കിൽ മറ്റൊരാളുടെയോ സഹായം തേടുക എന്ന് പറയുന്നത് നിർബന്ധമാണ്. നമുക്കെല്ലാവർക്കും ഒറ്റ ലൈഫേ ഉള്ളൂ. അത് എവിടെയും അടിയറവ് പറയേണ്ട ഒന്നല്ല. നമ്മുടെ പുതിയ ലൈഫിന് വേണ്ടി നമ്മൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരേണ്ടി വരും, അത് സ്വാഭാവികമാണ്. പക്ഷേ അത് നമ്മളെ തന്നെ മാറ്റുന്നുണ്ടെങ്കിൽ, നമുക്ക് പല കാര്യങ്ങളിലും റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ, പഠിക്കുന്നതിന് ജോലി ചെയ്യുന്നതിന് അല്ലെങ്കിൽ പല രൂപത്തിൽ അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആയിരിക്കില്ല. ഇത് ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ല, ടോക്സിക് റിലേഷൻഷിപ്പ് ആണ് എന്ന് തിരിച്ചറിയുന്നിടത്ത് നിന്ന് പിന്നെ നിങ്ങൾ പിന്നിലേക്ക് പോകരുത്, പിന്നെ മുന്നോട്ടേക്ക് പോവുക, വേണ്ട സഹായങ്ങൾ തേടുക. ടോക്സിക് റിലേഷൻഷിപ്പ് പീക്ക് ലെവലിലേക്ക് എത്തുമ്പോൾ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് സൂയിസൈഡ്, ആത്മഹത്യ എന്ന് പറയുന്നത് ഭീരുക്കളുടെ ലക്ഷണമാണ്. നമുക്ക് മുന്നിൽ ജീവിക്കാൻ ഒരുപാട് പഴുതുകളുണ്ട്. ഒരിക്കലും ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നമ്മൾ അകപ്പെട്ടു എന്ന് കരുതി നമ്മുടെ ലൈഫ് ഒരിക്കലും തീരുന്നില്ല. സോ റീതിങ്ക് ചെയ്യുക, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിനെ മാത്രം കീപ്പ് ചെയ്യുക. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വിഭ സ്റ്റീവ്.